ഒരു 3 ഏത്തപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒരു ഗ്ലാസിൻ്റെ ചോറ് കൊണ്ട് ഇങ്ങനെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഒരു ചീനച്ചട്ടിയോ കടായോ എന്തെങ്കിലും അടുപ്പത്തോട്ട് വെക്കുക. ഞാൻ ഓയിലാണ് എടുക്കുന്നത്. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർക്കാവുന്നതാണ്. കുറച്ച് അണ്ടിപ്പരിപ്പ് 2 3 ഒന്ന് ഒടിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു തേങ്ങയുടെ പകുതി ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഉടച്ച് വെച്ചിരിക്കുന്ന ആ ഏത്തപ്പഴം കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ കടായിക്കകത്ത് മാറ്റുകയാണ്. തണുത്തതിന് ശേഷം നമുക്കിത് ഇതേ രീതിയിൽ പിടിക്കും. ഇതേപോലെ ഒന്ന് പിടിച്ച് വെക്കും. ഇതുപോലെ ഒട്ടുവാണെങ്കിൽ അല്പം എണ്ണ ഇവിടെ തൂത്തിട്ട് ഒന്ന് പിടിച്ചാൽ മതി. ഇങ്ങനെ കൂടെ പിടിച്ചു വെക്കും. ഇപ്പോൾ 12 നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുക്കുക. കുറച്ച് മൈദ അങ്ങോട്ട് എടുക്കുക. ഒരല്പം പാൽ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് അയച്ചെടുക്കണം. ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഉടച്ച് വെക്കുക. ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലെക്സ് എടുക്കാം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇടുകയാണ്. ഇനി നമുക്ക് ഇത് ഓരോന്ന് ഈ മൈദയിലോട്ട് മുക്കുക. ഇതിൻ്റെ അകത്തോട്ട് ഇട്ടൊന്ന് പുരട്ടി വെക്കുക. ഇതേപോലെ ഒന്ന് പുരട്ടി വെക്കുക. ഇനി കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഈ പുരട്ടി വെച്ചിരിക്കുന്നത് അങ്ങോട്ട് പുരട്ടി കൊടുക്കുക. ഇനി തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ച് മറിച്ച് നോക്കി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. 2 സൈഡ് പൊരിഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ കോരിയിടും. ഇതേപോലെ തന്നെ ബാക്കി ഇട്ട് നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കും. ഇതേപോലെ വൈകുന്നേരം ചായയുടെ ഒക്കെ കൂടെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്കുണ്ട്, പലർക്കും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും.